എറണാകുളം ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊച്ചി. അവിടെ നമുക്കറിയാം മത്സരിക്കുന്നത് ജനകീയ മുഖമായിട്ടുള്ള KJ മാക്സിയാണ്. KJ മാക്സിയെ പരാജയപ്പെടുത്താൻ ഷിയാസിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? സാമുദായിക ഇക്വേഷനൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ. അല്ല, യഥാർത്ഥത്തിൽ എനിക്ക് വളരെ നേരത്തെ അറിയാവുന്നൊരു കാര്യം, പല വലിയ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് പോലും സംശയമുണ്ടായിരുന്നൊരു മണ്ഡലമാണ് LDFന് കൊച്ചി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കയ്യിൽ നിന്ന് വിട്ടു പോയേക്കും എന്നവർ പ്രതീക്ഷിച്ചൊരു മണ്ഡലമാണ് കൊച്ചി എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് അവരെ സഹായിച്ചു എന്നുള്ളത് ഞാൻ പറയും. കാരണം മുഹമ്മദ് ഷിയാസിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ മുഹമ്മദ് ഷിയാസിനെ പറഞ്ഞു വിട്ടു എന്ന് മാത്രമല്ല, കൊച്ചിയിലുള്ള വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലുമ്പോൾ അവർക്കറിയാം ഇപ്പോൾ മുഹമ്മദ് ഷിയാസ് ജയിച്ചു പോയാൽ പിന്നെ ഒരിക്കലും ആ സീറ്റ് കിട്ടില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ തന്നെ പാരവെക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഡൊമിനിക് പ്രസൻറ്റേഷൻ കുട്ടിക്കലാശത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾക്കൊന്നും അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രചരണം പോലും ഭംഗിയായി നടന്നില്ല. കാരണം കുട്ടിക്കലാശ ബ്ലോക്കുള്ള പരിപാടികൾക്ക് ആളുണ്ടാകുന്ന സ്ഥലത്തേക്ക് കുട്ടിക്കലാശം മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഡൊമിനിക് പ്രസന്റേഷൻ ആ ഒരു സീറ്റ് മോഹിച്ചിരുന്നു. അല്ല, ഡൊമിനിക് പ്രസൻറ്റേഷൻ നേരത്തെ ഇതുപോലെ തന്നെ നമുക്കറിയാം, മറ്റേ ടോണി ചമ്മണിയൊക്കെ ചെന്ന് നിന്ന് കൃത്യമായിട്ട് ടോണി ചമ്മണി മത്സരിച്ചപ്പോൾ അവരും ടോണി ചമ്മണി ചെന്ന് നിന്ന് പാരവച്ചിട്ടൊക്കെയാണ് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, തോപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അത് മാത്രമല്ലല്ലോ, നമുക്കറിയാം 2020 പിടിച്ചിട്ടുള്ള ഒരു വോട്ടുകളൊക്കെ നിർണായകമായിരുന്നല്ലോ. 2020 പിടിച്ചിട്ടുള്ള വോട്ടുകളൊക്കെ നിർണായകമാണെന്ന് പറഞ്ഞാലും കൊച്ചിയുടെ എക്കാലത്തെയും ചരിത്രം കൊച്ചി യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വളരെ ഈസിയായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ MC ജോസഫൈനൊക്കെ മത്സരിക്കുന്ന സമയം മുതൽ എനിക്കറിയാം കൊച്ചിയിൽ ആര് നിന്നാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കേണ്ടതാണ്. പക്ഷേ ജയിക്കേണ്ടാത്ത ലെവലിലേക്ക് ഈ പറയുന്ന പോലെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യും. ആദ്യം KJ മാക്സി വിജയിക്കാൻ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിലെ തന്നെ ഒരു വിമതനല്ലേ, ഒരു ലീനസ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞു വന്നത്. കോൺഗ്രസിലെ വിമതൻ മാത്രമല്ല കോൺഗ്രസിനകത്ത് നിന്ന് വളരെ കൃത്യമായ ഓർഗനൈസ്ഡ് ആയിട്ട് വോട്ടുകൾ മറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു സ്ഥലത്തേക്കാണ് ഈ പറയുന്ന മുഹമ്മദ് ഷിയാസ് ചെല്ലുന്നത്. മുഹമ്മദ് ഷിയാസ് ചെന്നിട്ട് പ്രചരണം നടത്തിയില്ല എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രചരണം കൃത്യമായി നടത്താൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ലേറ്റായിട്ടാണ് മുഹമ്മദ് ഷിയാസിനവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിൻ്റെ പിന്നിൽ നിങ്ങളൊരു കാര്യം കൂടി മറന്നു പോകരുത്. അതായത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ദീപ്തി മേരി വർഗീസൊക്കെ മറ്റേ 10 ലക്ഷം പോസ്റ്റർ അടിക്കുകയും ഫോട്ടോ വെക്കുകയും മറ്റേ തൊപ്പി ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പിന്നെ പാവം ആ തൊപ്പിയിട്ട് വീട്ടിൽ പോയിരുന്നു എന്നല്ലാതെ കഴിഞ്ഞ മേയർ തെരഞ്ഞെടുപ്പിൽ പറ്റിയ പോലെ തന്നെ പറ്റി. അല്ല, അതിലേക്ക് ചർച്ച കൊണ്ടുപോകല്ലേ. ഞാൻ പറഞ്ഞത് ബേസിക്കലി ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അത് നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന പോലെ അതേപോലെ സിറ്റുവേഷനാണ് മുഹമ്മദ് ഷിയാസിനോട് നേരിടേണ്ടി വന്നത്. അവസാന നിമിഷം വരെ ഒരു തരത്തിലുള്ള ഒരുക്കവും നടത്താൻ അദ്ദേഹത്തിന് കൊടുത്തില്ല. ഇനി ഇതിനോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്, കോൺഗ്രസിനകത്തുള്ള അസംതൃപ്തരൊക്കെ കൂടി ഇത്തവണയും KJ മാക്സി ജയിപ്പിക്കും. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ 3 സീറ്റുകളാണുള്ളത്. അതായത് ഉറപ്പായും ജയിക്കുമെന്ന് വിചാരിക്കുന്നത്. ഒന്ന് വൈപ്പിനാണ്, ഒന്ന് മറ്റേ കളമശ്ശേരിയാണ്, P രാജീവിൻ്റെ കളമശ്ശേരിയാണ്, മൂന്നാമത്തേത് കൊച്ചിയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചി അത്രത്തോളം ഉറപ്പുള്ളൊരു മണ്ഡലമായി LDFനെ മാറ്റിയത് ഷിയാസിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത്, ലാറ്റിൻ കാത്തലിക്കിൻ്റെ പിന്തുണ സാധാരണയായി കോൺഗ്രസ്സിന് കിട്ടാറുള്ളതാണ്. പക്ഷേ ഇത്തവണ അത് കഴിഞ്ഞ തവണയൊക്കെ KJ മാക്സിക്കാണ് കിട്ടിയത്. ഇത്തവണ പക്ഷേ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ വന്നിരുന്നെങ്കിൽ അവർക്ക് കിട്ടുമായിരുന്ന ഒരു പിന്തുണ കൂടി ഇത്തവണ KJ മാക്സിക്ക് വീണ്ടും ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. PD സതീശൻ ലാറ്റിൻ സഭ കേന്ദ്രത്തിലൊക്കെ പോയി ചർച്ചയൊക്കെ നടത്തിയല്ലേ, അനുയായ ചർച്ചയൊക്കെ നടത്തിയല്ലേ. അല്ല, അപ്പോൾ അങ്ങനെ ആ ഒരു വിട്ടുവീഴ്ചയൊക്കെ അവർ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ട്. പൊതുവേ നമുക്കറിയാം സഭ എന്ന് പറയുന്നത് കോൺഗ്രസിനെ അനുകൂലമായിട്ടുള്ളൊരു നിലപാടേ എടുക്കുകയുള്ളൂ. ഈ കോർപ്പറേഷനിൽ തന്നെ മേയർ കാൻഡിഡേറ്റ് തന്നെ അവർക്ക് നൽകി. അപ്പോൾ വീണ്ടും ആ ഒരു നിലപാട് തന്നെയല്ലേ സഭ എടുക്കുകയുള്ളൂ. അല്ലാതെ CPM-നോട് അനുകൂലമായിട്ടുള്ള നിലപാട് സഭ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ സഭ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഭയിലെ ആളുകൾ നേരിട്ട് വന്ന് സഭ ഒന്ന് വോട്ട് ചെയ്യലല്ലോ ചെയ്യുന്നത്. സഭയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് സഭക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അവരാണ് ഏറ്റവും ഒടുവിലൊന്ന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് വോട്ട് ചെയ്യുമ്പോൾ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഒരു പേരിനും അതുപോലെ തന്നെ ആൾക്കുമൊക്കെ വോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല സാഹചര്യങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. ഭൂരിപക്ഷമല്ല, പക്ഷേ എങ്കിലും അവിടുത്തെ ഒരു വളരെ നിർണായക ശക്തി അവരാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ മുസ്ലിം കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യാൻ മടിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അങ്ങനെയൊന്നും മടിയുള്ള സാഹചര്യത്തിലേക്ക് എത്തിയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇത്തവണ അവിടെ കൃത്യമായി അത് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അങ്ങനെ കൃത്യമായി മാനിപ്പുലേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, കൃത്യമായി അത് മാനേജ് ചെയ്യാൻ ഈ കോൺഗ്രസിനകത്തുള്ള നിരവധി നേതാക്കന്മാർ തന്നെ മുൻകൈ എടുക്കുകയും കൊച്ചിയിൽ ഈ പറയുന്ന പോലെ മുഹമ്മദ് ഷിയാസ് തോക്കുമെന്ന് ഉറപ്പിക്കാനും ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിനെല്ലാം മറികടന്ന് മുഹമ്മദ് ഷിയാസ് അവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ തരംഗമുണ്ടാവണം. ഏതാണ്ട് ഇപ്പോൾ തരംഗമില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം പോളിംഗ് ഭയങ്കരമായിട്ട് കൂടി, ജനം മുഴുവൻ പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ നെഗറ്റീവ് കൊടുത്തത്. പക്ഷേ അതെല്ലാം അടപടലം പൊളിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ നിയമസഭയിൽ വോട്ട് ചെയ്തതിനേക്കാൾ 1 ലക്ഷം വോട്ടുകൾ കുറവാണ് ഇപ്പോഴുള്ള ഫൈനൽ കണക്കിൽ വന്നേക്കുന്നത്. ഇനി വന്നാൽ തന്നെ കൂടിയെന്നാൽ 1-2 ലക്ഷം വോട്ടുകൾ കൂടുതൽ വരാം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ 3,60,000
60,000 വോട്ട് കൂടി കൂടുതൽ ചേർക്കാനുണ്ട്, അതായത് ഈ പോസ്റ്റൽ വോട്ടിങ്ങിലൊക്കെ. പക്ഷെ അതൊക്കെ കൂടെ ചേർത്താൽ പോലും ഇത്രത്തോളം വരാം. അപ്പം അങ്ങനെ ഒരു തരംഗമില്ലാത്ത അവസ്ഥയിൽ CPM ഇപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം, കൊച്ചിയിൽ അവർ ഉറപ്പായിട്ടും ജയിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ വലിയ നേതാക്കന്മാർ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് കൊച്ചി ഇത്തവണ പോയേക്കും എന്നാണ് പറഞ്ഞത്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനൊരു മുൻതൂക്കം വന്നിരുന്നു അവിടെ. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ അവിടെ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കേണ്ട ഒരാളുടെ സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യപ്പെടുകയും കോൺഗ്രസിന് അവിടെ സ്ഥാനാർത്ഥി ഇല്ലാതായി പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവിടെ ആ വോട്ടുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ അത് കൈവിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചെടുത്താണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് ഷിയാസ് എന്ത് ചെയ്യുന്നത്. 2020 പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. 2020 ഇത്തവണ അത്ര നിർണായകമാകാൻ സാധ്യതയില്ല. കാരണം 2020ക്ക് പഴയ പോലെ BJPയോടൊപ്പം ചേർന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ ആളുകളോ അല്ലെങ്കിൽ മുനമ്പം വിഷയമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. മുനമ്പം പഞ്ചായത്ത് തന്നെ BJP പിടിക്കുന്ന ഒരു അവസ്ഥ, പഞ്ചായത്ത് ആ മേഖല തന്നെ BJP വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയല്ലോ, ആ ഒരു വാർഡ് തന്നെ. അപ്പോ അതൊക്കെ വേറൊരു വിഷയമാണ്. നമ്മളിപ്പോൾ അതിലേക്ക് സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വരുമല്ലോ. ഒരു ശിഫ്റ്റ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2020യോ BJPയോ ഒറ്റക്കൊറ്റക്ക് നിന്ന് പിടിച്ചത്ര വോട്ടുകൾ ഒരു കാരണവശാലും അവിടെ നിന്ന് ഇത്തവണ പിടിക്കാൻ സാധ്യതയില്ല. കാരണം ഇവർ രണ്ടുപേരും കൂടി ചെല്ലുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞവണ ഉണ്ടായതിനേക്കാൾ വോട്ടുകൾ കുറയാനാണ് സാധ്യതയുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മുഹമ്മദ് ഷിയാസിൻ്റെ സ്ഥാനാർത്ഥിത്വവും, രണ്ടാമത്തേത് അത് ലോഞ്ച് ചെയ്യാനും അതെല്ലാം ഒന്ന് മാനേജ് ചെയ്യാനുള്ള സമയവും മുഹമ്മദ് ഷിയാസിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പ്രചരണം പോലും നല്ല രീതിയിൽ നടന്നില്ല എന്ന പരാതി ഷിയാസിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. ഷിയാസിനുണ്ടായിരുന്നു വെച്ചാൽ ഷിയാസ് ഇപ്പോൾ നാളെ രാവിലെ വന്ന് പുറത്തൊന്നും പറയില്ല. കാരണം ഷിയാസ് ഇവിടുത്തെ DCC പ്രസിഡന്റാണ്. അപ്പോൾ തന്നോടെ പ്രചരണം നടത്തിയില്ലെന്ന് പറയില്ല. പക്ഷേ എഴുതി വെച്ചോ താങ്കളിപ്പോൾ, ഞാൻ എഴുതി തരാം. കാരണം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരട്ടെ, മുഹമ്മദ് ഷിയാസ് തോക്കുകയാണെങ്കിൽ ഇത്തരം പരാതികളൊക്കെ വരും, ചില ആളുകൾക്കെതിരെ നടപടിയും വരും. സ്വാഭാവികമാണല്ലോ, തോറ്റു കഴിയുമ്പോഴായിരിക്കുമല്ലോ പരാതികൾ വരുന്നത്. വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കഴിവാകും. തോറ്റു കഴിഞ്ഞാൽ പരാതി വരണ്ടായില്ലോ, എല്ലാവർക്കും പരാതി വരും. 140 മണ്ഡലത്തിലും പരാതി ഒന്നും വരില്ല. തോറ്റു കഴിഞ്ഞിട്ടതിന് പലതരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുമല്ലോ. പരാതി ഉയർന്നു വരാലും 140 മണ്ഡലങ്ങളിൽ ഇപ്പോൾ VD സതീശൻ എൻ്റെ അവിടെയോ അല്ലെങ്കിൽ വേറെ തോക്കുന്ന സ്ഥലങ്ങളിലൊന്നും പരാതി വരാറില്ല, CPM-ലും വരാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ യഥാർത്ഥത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള പരാതികളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പല സംഘടനാ തലത്തിൽ മിക്കവാറും നടപടികളുണ്ടാവും. അതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണാം. അത് മുഹമ്മദ് ഷിയാസ് അല്ലെങ്കിൽ മിക്കവാറും ഇനി മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ തുറന്നു പറയണം എന്നില്ല. മുഹമ്മദ് ഷിയാസ് അല്ലെങ്കിൽ മുഹമ്മദ് ഷിയാസിൻ്റെ ഇൻചാർജായി അവിടെ ഇലക്ഷനൊക്കെ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൺവീനറും ഒക്കെ ആയിരുന്ന പലരും വന്ന് പുറത്തു വന്ന് പറയും. ഇപ്പോൾ ഷിയാസിൻ്റെ പോലൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടായിരിക്കാം കോൺഗ്രസ് ഇത്രമാത്രം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നേരിടുന്നത്. നമുക്കറിയാം ആ ഒരു സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള ഡൊമിനിക് പ്രസൻറ്റേഷനൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രമാത്രം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കോൺഗ്രസിന് നേരിടേണ്ടി വരില്ലായിരുന്നു അല്ലേ? അല്ല, കോൺഗ്രസ് ഇപ്പോൾ ആരെ നിർത്തിയിട്ടുണ്ടെങ്കിലും ചില ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് അവിടെ നേരിടേണ്ടി വരും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ടോണി ചെമ്മണി അടക്കമുള്ള പലരും അവിടെ സീറ്റ് അങ്ങനെ മോഹിച്ചിരുന്നു, നേരത്തെ ഇപ്പോൾ മത്സരിക്കാൻ പോയിരുന്നു. ഇതെല്ലാം നിരവധി കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് അടിയൊഴുക്കുകളുണ്ട്. ഞാനിപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസ് ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ ചെയ്യേണ്ട എന്താ, അതൊരു കാലത്തും കോൺഗ്രസിന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടത് ഒരു 3 മാസം മുമ്പെയോ 6 മാസം മുമ്പെയോ അവിടെ മണ്ഡലം നോക്കിക്കൊണ്ടിരിക്കുന്ന താല്പര്യമുള്ള ആളുകളിൽ ആർക്കാണ് സീറ്റ് എന്ന് കൃത്യമായി ഒന്ന് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായി പോലും അവരോട് അവിടെ നോക്കിക്കോളൂ എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ കൂടി നന്നായി വർക്ക് ചെയ്യാം. ഇപ്പം ഉള്ള സംഭവം എന്താ, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഡൊമിനിക് പ്രസന്റേഷൻ സീറ്റ് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ എന്ത് ചെയ്യായിരുന്നു, ഫോക്കസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ദീപ്തി മേരി വർഗീസ് ഇനിയിപ്പോൾ മറ്റേ ഇതിലേക്ക് മത്സരിക്കാൻ പറ്റില്ല, അതായത് മേയറാക്കാൻ പറ്റിയില്ല, മേയറാകുമെന്ന് ഉറപ്പിച്ചാണ് അവർ മത്സരിച്ച്. ആകെയുള്ള KPCC ജനറൽ സെക്രട്ടറിയാണ് മത്സരിച്ചത് എറണാകുളത്ത് നിന്ന്. പക്ഷേ അവർക്ക് മേയറാക്കിയില്ല. ആക്കാതിരുന്നപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് MLA സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴും പക്ഷേ ദീപ്തിയൊക്കെ വിചാരിച്ചിരുന്നത് തൃക്കാക്കര കൊടുക്കുമെന്നാണ്. അതെങ്ങനെ വിചാരിച്ചു എന്ന് എനിക്കറിയില്ല. തൃക്കാക്കരയിൽ ഉമാ തോമസിൽ അല്ലാതെ വേറെ ആർക്കെങ്കിലും പെട്ടെന്ന് സീറ്റ് കൊടുക്കുമെന്നൊന്നും വിചാരിക്കുക വയ്യ. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദീപ്തിയോട് പറയുകയാണ്, നിങ്ങൾ ഫോട്ടോ വെച്ച് ഫോക്കസ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ കുറച്ചുകൂടി സമയം കിട്ടും. ഞാൻ വിചാരിക്കുന്നില്ല അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കാസ്റ്റ് നോക്കിയും മതം നോക്കിയും മാത്രം ഒന്നും വോട്ട് ചെയ്തവരല്ല. അത് ബേസിക്കലി ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. കുഴപ്പമില്ലാത്തൊരു ക്യാൻഡിഡേറ്റിന് ഇട്ടുണ്ടെങ്കിൽ അവിടെ ജയിക്കാൻ കഴിയും. ദീപ്തിനെ കിട്ടാൻ ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഹമ്മദ് ഷിയാസിന് തന്നെ 1 മാസം 1.5 മാസം 2 മാസം മുമ്പ് അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഡൽഹിയിൽ ചർച്ച നടക്കുകയും ഏതാണ്ട് 4ാമത്തെ ദിവസം കഴിഞ്ഞ് 5ാമത്തെ ദിവസം ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയുടെ പേരാണ് ആര്? മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ KC വേണുഗോപാലും VD സച്ചിനുമായിട്ട് ഇടിയാണെന്നും അവരിൽ ഒരാൾ ഇറങ്ങിപ്പോയി നോക്കേണ്ട നിരവധി വാർത്തകൾ കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവരുടെ ഒരു സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ അയാളെ ഏതോ ഒരു വിഭാഗക്കാരൻ്റെ സ്ഥാനാർത്ഥിയാണ്, പാർട്ടിയിൽ മുഴുവൻ പേരുടെയും പിന്തുണയില്ല എന്ന് പറയുന്ന ഒരു ഫീൽ ആദ്യം തന്നെ കൊടുക്കുകയാണ്. മനസ്സിലായോ? ഇനി
വി.ഡി. സതീശൻ്റെ നോമിനിയായിട്ട് അദ്ദേഹം അങ്ങോട്ട് ചെല്ലുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സമയമെങ്കിലും കിട്ടണം. അതെന്താ, അവിടെ എ ഗ്രൂപ്പിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സീറ്റാണ്. എ ഗ്രൂപ്പിൽ ഡൊമിനിക് പ്രസന്റേഷൻ അത് കൈയടക്കി വെക്കാമെന്ന് വിചാരിച്ചിരുന്ന സീറ്റാണ്. പക്ഷേ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ കാലുവാരി തോപ്പിച്ചാണ്. കാലുവാരിയില്ലെങ്കിൽ ഫോട്ടോ വെച്ചിലൊന്നും ആരും തോക്കില്ല, തോക്കാൻ സാധ്യതയില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലുവാരി തോപ്പിച്ചാണ്. ആ തോപ്പിച്ച സ്ഥലത്തേക്ക് ഒരു MLA ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. കാരണം എന്താ, കേരളത്തിൽ ഒറ്റ മണ്ഡലമുള്ളൂ അല്ലെങ്കിൽ 2 മണ്ഡലമുള്ളൂ, അതിലേക്ക് എല്ലാവരും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാം. പക്ഷേ എന്ത് പ്രശ്നവും അപ്പം തന്നെ സോൾവ് ചെയ്യപ്പെടാം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലമ്പൂരിൽ ഞാനത് കണ്ടതാണ്, തൃക്കാക്കരയിൽ കണ്ടതാണ്, ചേലക്കരയിൽ കണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു കാലത്തും 140 മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ കോൺഗ്രസിനോട് തുറന്നു പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഷിയാസിനടക്കം ഞാൻ കണ്ട പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ ശരിക്കും പറഞ്ഞാൽ പ്രഖ്യാപിക്കണത് തീരുമാനിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? യഥാർത്ഥത്തിൽ അത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഈ പറയുന്നതിന് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ അല്ലെങ്കിൽ മുരളീധരന് ചാർജ് കൊടുത്തു തിരുവനന്തപുരത്ത്. എന്താ കാര്യം, വട്ടിയൂർക്കാവിൽ മുരളീധരനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് മുരളീധരൻ അത്തരത്തിലുള്ള ഡിവിഷനുകളിൽ ആര് ജയിക്കണം എന്നുള്ളതിൽ അദ്ദേഹം വലിയ എഫേർട്ട് എന്ത് ചെയ്തിരുന്നു, കൗൺസിലേഴ്സിനെ ജയിപ്പിക്കാൻ എഫേർട്ട് ഇട്ടിരുന്നു. ഇത് കൊച്ചിയിൽ അതുപോലെ തന്നെ അവിടെ നിന്നുള്ള കൗൺസിലേഴ്സിനെ നിങ്ങൾ ഇത്രയും പേരെ ജയിപ്പിക്കണം, നിങ്ങൾക്ക് ഞങ്ങൾ സീറ്റ് തരാം, നിങ്ങളുടെ ചാർജ് ഇതാണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് ഷിയാസിന് കൊടുക്കുകയാണെങ്കിൽ ഷിയാസും കുറേ കൂടി എഫക്റ്റീവ്ലി അവിടെ വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും എന്ത് ചെയ്താൽ ആ സമയം മുതലുള്ള പ്രചരണത്തിന് സമയം കിട്ടിയാൽ. പക്ഷേ ഷിയാസ് അത്ര വലിയൊരു നേതാവല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം അത് വേറെ ആർക്കും അത് മേടിക്കാൻ പറ്റില്ലെന്നറിയാം. അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നുണ്ട്. ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് മണ്ഡലങ്ങളിലെല്ലാം ഏതാണ്ട് നേരത്തെ തന്നെ തീർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ജയന്ത് മത്സരിക്കും നോർത്തിൽ, അതുപോലെ KM അഭിജിത്ത് ഇവിടെ നാദാപുരത്ത് മത്സരിക്കും, മത്സരിക്കും എന്നൊക്കെയുള്ള ഒരു ധാരണകളുണ്ടായിരുന്നു. അവർക്കെല്ലാം ഇത് നേരത്തെ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള ഒരു ഫോക്കസ് ചെയ്യാൻ ഒരിക്കലും ഷിയാസിന് പറ്റിയില്ല. കാരണം ഷിയാസ് എന്താ വിചാരിച്ചിരുന്നത്, ഒന്നില്ലെങ്കിൽ കളമശ്ശേരി കിട്ടിയാൽ മത്സരിക്കാം, കളമശ്ശേരി കിട്ടിയാൽ ഉറപ്പായിട്ടും ഷിയാസിന് വലിയ തോതിൽ പെർഫോം ചെയ്യാൻ പറ്റിയാൽ ജയിച്ചേനെ. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താ, അത് മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ്. അതൊന്നും ഏറ്റെടുക്കാൻ കോൺഗ്രസിന് പറ്റില്ല. അല്ല, അതൊന്നും വെച്ച് മാറലെന്നാണ് മുസ്ലിം ലീഗ് വിചാരിച്ച് വെച്ച് മാറാം. അല്ലാതെ മുസ്ലിം ലീഗിൻ്റെ അടുത്ത് ചെന്ന് കോൺഗ്രസിന് എത്ര ബലം പിടിച്ചാലും അതൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ, സതീശൻ ചെന്ന് ബലം പിടിക്കാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യും, മുസ്ലിം ലീഗ് അപ്പുറത്തെ ആളുടെ ഒപ്പം എന്ത് ചെയ്യും, ചേരും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് പോലും അതിന് വലിയ പിന്തുണ കിട്ടില്ല. അതുകൊണ്ട് അതൊന്നും നടപടിയാണ് കേസല്ല. അതുമാത്രമല്ല മുസ്ലിം ലീഗ് അത്രയും വലിയ പാർട്ടിയാണ്, അവരോടൊന്നും ചെന്ന് വിലവേശം കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല. സത്യത്തിൽ മുഹമ്മദ് ഷിയാസിന് പറ്റിയൊരു അബദ്ധമുണ്ട്. ഷിയാസ് ആദ്യമേ തന്നെ ഇത് ഫോക്കസ് ചെയ്യേണ്ടതാണ്. അല്ലാതെ വെച്ചു മാറാം, മറ്റേ അങ്ങോട്ട് മാറ്റിയെടുക്കാം എന്നുള്ള ചിന്തകളും അതുമായിട്ട് നിൽക്കരുതായിരുന്നു.